തിരുവനന്തപുരത്ത് ജനം ടി വി വാർത്താ സംഘത്തിന് നേരെ ആക്രമണം. വഞ്ചിയൂർ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ CPM പ്രവർത്തകരാണ് ആക്രമിച്ചത്. മുൻ വാർഡ് കൗൺസിലർ ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. റിപ്പോർട്ടർ ശാലിനിയെ അധിക്ഷേപിക്കുകയും ചെയ്തു. ശരീരത്തിലൊന്നും കൈവയ്ക്കാതെ അതായത് ഒരു പെൺകുട്ടിയുടെ എഴുതിയവനെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ വെച്ചിട്ടുണ്ട്. CPM കൗൺസിലർ ആയതുകൊണ്ടാണ് ഇത് ഇടിഞ്ഞു വീണത്. എഴുതിയ വെച്ചിട്ടുണ്ട്. ഞാൻ വരണോണ്ട് അങ്ങോട്ട് CPM കൗൺസിലർ ഒന്നും എടുക്കണ പറഞ്ഞില്ലേ? ചെല്ല് ചേട്ടാ, ഒരു കാര്യം ചെയ്യും. ഇതേപോലെ ജനം ടിവിയിലെ ക്യാമറമാൻ വന്ന് എടുക്കുകയാണ്, പോലീസിന്റെ അടുത്ത് കംപ്ലൈന്റ്. ഞാൻ ഇതിൽ കൂടുതൽ ഞാൻ എന്തിരിയെ ചേട്ടാ, ശരീരത്തിലൊന്നും കൈവയ്ക്കാതെ എടുത്താക്കാൻ മതി. പോയി അതായത് ഒരു പെൺകുട്ടിയുടെ ഇന്നലെ ഓർത്തോ ഫേസ്ബുക്കിൽ കണ്ടില്ലേ? കൗൺസിലർ ആയതുകൊണ്ടാണ് ഇടിഞ്ഞു വീണത്. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുപടം ചേരുകയാണ്. അഖിൽ, CPM വാർത്താ സംഘത്തിനെതിരെയാണ് ജനം TV വാർത്താ സംഘത്തിനെതിരെയാണ് CPM പ്രവർത്തകരുടെ അതിക്രമമുണ്ടായത്. വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ, അതും മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് CPM മുൻ വാർഡ് കൗൺസിലർ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അതിക്രമം നടത്തിയത്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? KP, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു മഴ പെയ്താൽ അത് വലിയ വെള്ളക്കെട്ടും ദുരിതവും ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതിൽ ഏറ്റവും ദുസ്സഹനം എന്ന് പറയുന്നത് തന്നെ തിരുവനന്തപുരത്ത് വഞ്ചൂർ കോടതിയുടെ പരിസരത്ത് ഈ കരമനയും അതുപോലെ തന്നെ പാർവതി പുത്തനാറും ഒക്കെ തന്നെ സമീപത്തോടെ ഇഴഞ്ഞു പോകുന്ന ഈ ആമയിഴഞ്ചാൻ തോടാണ്. കാരണം ഇതിൻ്റെ കൃത്യമായുള്ള ഇടവേളകളിൽ ഇത് നവീകരണ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ മാലിന്യ മുക്തമാക്കാത്തതൊക്കെ കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള തടസ്സം വെള്ളത്തിന് ഒഴുകിപ്പോകാൻ സാധിക്കാതെ വരുന്നത് കൊണ്ട് വലിയ ദുരന്തം പലപ്പോഴും ഇതിന്റെ ഭാഗങ്ങളിൽ താമസിക്കുന്നവരൊക്കെ തന്നെ അനുഭവിക്കേണ്ടി വരുന്ന വലിയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നതിനും ഒരു 50 മീറ്റർ അപ്പുറത്തേക്ക് ആ റോഡ് ഇതിന്റെ വശം ഇടിഞ്ഞു താഴേക്ക് പോകുന്നത്. ഈ സംഭവം അറിഞ്ഞ് ഞങ്ങളുടെ വാർത്ത അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, കാരണം തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അവരുടെ പ്രശ്നങ്ങൾ അത് ജനസമക്ഷത്തിൽ തുറന്നു കാട്ടുക എന്നുള്ളത് പറയുന്നത് ഒരു മാധ്യമത്തിന്റെ ധർമ്മമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനം ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ വാർത്താ സംഘം, റിപ്പോർട്ടറായിട്ടുള്ള ശാലിനിയും ക്യാമറമാൻ വിവേകും അതുപോലെ തന്നെ ക്യാമറ അസിസ്റ്റന്റ് അരുൾകുമാറും ഒക്കെ തന്നെ ഇവിടെ എത്തുന്നത്. അവിടെ എത്തുന്ന സമയത്ത് നിലവിലത്തെ വഞ്ചൂരിലെ കൗൺസിലറായിട്ടുള്ള ഗായത്രി ബാബു, അവരുടെ അച്ഛൻ മുൻ കൗൺസിലറായിട്ടുള്ള വഞ്ചൂർ ബാബു, CPM ഏരിയ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ CI2 നേതാവുമായിട്ടുള്ള മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള ബാബുവിന്റെ നേതൃത്വത്തിൽ ഒരു CPM സംഘം നമ്മുടെ സംഘത്തെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്താണ് കാരണമെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ റിപ്പോർട്ടറായിട്ടുള്ള ശാലിനിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ, സ്ത്രീത്വത്തെ പോലും അപമാനിക്കുന്ന തരത്തിലേക്ക് വാർത്ത നൽകുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നതാണ് ഒരു കാര്യമായി നമുക്ക് പറയേണ്ടി വരുന്നത്. കാരണം എന്തിന്റെ പേരിലാണ്? കാരണം അദ്ദേഹം 5 കൊല്ലം ഇവിടെ കൗൺസിലർ ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ശരിയാക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന്റെ മകൾ തുടർച്ചയുണ്ടാകിയ കുടുംബ തുടർച്ചയുണ്ടായിട്ടും ആ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തു ജനസേവന പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനൊപ്പമാണ് ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഞങ്ങളും നിന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവിടെ നമ്മുടെ വാർത്താ സംഘത്തിന് നേരെ അതിക്രമം. ഇപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ ഇത്ര മലിനമായിട്ടാണ് ഈ തിരുവനന്തപുരം നഗരത്തിനകത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തൂടെയുള്ള ഒരു അഴുക്കുചാൽ ഒഴുകിപ്പോകുന്നത്. അവിടെ ഈ കൃത്യമായി ആ ഇടവേളകളിൽ അത് ക്ലീൻ ചെയ്യാതെ കൃത്യമായ ഇടവേളകളിൽ അത് തന്നെയാണ് കൃത്യമായ രീതിയിലുള്ള ഒരു അനാസ്ഥ തന്നെയാണ് ഈ നഗരസഭയുടെ ഭാഗത്തിനുണ്ടായത്. പ്രത്യേകിച്ച് വഞ്ചൂരി CPM വാർഡ് കൗൺസിലറുടെ ഭാഗത്തിനുണ്ടായത്. അഖിൽ പറഞ്ഞതുപോലെ തന്നെ ഗായത്രി ബാബുവാണ് ഇപ്പോൾ അവിടെ കൗൺസിലർ. മുമ്പ് 5 വർഷം ഭരിച്ചിരുന്നത്, ആ കൗൺസിലർ ഭരിച്ചിരുന്നത്
വഞ്ചിയൂർ ബാബു എന്ന CPM-ന്റെ നേതാവാണ്, CITUവിന്റെ നേതാവാണ്. എന്നിട്ട് പോലും അവിടെ യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. അടിസ്ഥാന പ്രശ്നങ്ങൾ പോലും അവിടെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇത് വാർത്തയാക്കിയതിലുള്ള ഒരു പ്രകോപനം അത് തന്നെയാണ്. ഇത്തരത്തിൽ CPM പ്രവർത്തകർ അവിടെ വരികയും ഈ മുൻ വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ തന്നെ വാർത്താ സംഘത്തെ അധിക്ഷേപിക്കുകയും അതിക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതല്ലേ? അതാണ് KP ഞാൻ സൂചിപ്പിച്ചത്. സ്വന്തമായി, അതായത് കൗൺസിലർ മാത്രമല്ല, കഴിഞ്ഞ 50 വർഷക്കാലമായി തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് LDF ആണ്. അതിൽ പൂർണ്ണമായും ഇതുപോലെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, അതിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഈ ചെയർമാൻ സ്ഥാനമൊക്കെ വഹിച്ച ആളാണ്. ഈ വഞ്ചിയൂർ ബാബു എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ തവണ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ അദ്ദേഹത്തിന്റെ വാർഡിൽ അടക്കമുള്ള ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത്. അതിനുശേഷം മകളെ ജയിപ്പിക്കുന്നു, മകളെ നിർത്തുന്നു, ആ മകളെ മേയറാക്കാൻ സാധിക്കാത്തതിന്റെ പേരിലുള്ള രാഷ്ട്രീയ കലഹങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ആ രാഷ്ട്രീയ വൈരാഗ്യങ്ങളൊക്കെ തന്നെ ആ വാർത്ത ചെയ്യാൻ വരുന്ന നമ്മുടെ പാവം പെൺകുട്ടിയായിട്ടുള്ള നമ്മളുടെ സഹപ്രവർത്തകരുടെ അല്ല കാണിക്കേണ്ടത്. കാരണം അവരുടെ രാഷ്ട്രീയ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഈ ഗായത്രിയുടെ വാർഡിൽ ഇതുപോലെ അനാസ്ഥ കാരണം ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട റോഡിന്റെ വശം ഇടിഞ്ഞു വീഴുന്നു എന്ന് പറയുന്നത് അത് കൗൺസിലറുടെ പിടിപ്പുകേടാണ്. കൗൺസിലറെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് എന്ന് ആ നാട്ടുകാർ പറയും എന്നത് അച്ഛന് മകളുടെ കാര്യത്തിൽ വേവലാതി ഉണ്ടാകുന്നതിൽ തെറ്റില്ല, അത് അച്ഛന് ചെയ്യാം. പക്ഷേ ജനപ്രതിനിധി എന്ന നിലയിൽ, മുൻ ജനപ്രതിനിധിയാണ്, ഇപ്പോൾ മകളും ജനപ്രതിനിധിയാണ്. അപ്പോൾ സ്വാഭാവികമായും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അത് ചെയ്യാൻ കഴിയാത്തത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ ചോദിക്കുന്നത്, ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിരാവിലെ ഞാൻ രാവിലെ പോകുന്നത് മുട്ടത്തറയാണ്. അവിടെ പോകുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഹൈവേ റോഡിന്റെ അവിടെ വാഹനം പോലും ഓട്ടിച്ചു പോകാൻ സാധിക്കാത്ത തരത്തിൽ വെള്ളക്കെട്ടുണ്ടാകുന്നു. അതിനുശേഷം വലിയ തോതിലുള്ള വെള്ളക്കെട്ടിൽ ജനം ബുദ്ധിമുട്ടുന്നുണ്ട്. അത് ആ സമയത്താണ് സ്വാഭാവികമായിട്ടും ഇതുപോലെ റോഡിന്റെ ഒരു വശത്ത് ഇടിഞ്ഞു താന്നു എന്ന് പറയുന്നത്. അവിടത്തേക്ക് വരുന്ന സമയത്താണ് മറ്റൊരു കലഹത്തിലേക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്. എന്തിനു വേണ്ടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ ഈ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു നഗരവീഥി, അതായത് കോടതിയിൽ നിന്നും നിരവധിയായ വക്കീലന്മാർ താമസിക്കുന്ന, നിരവധിയായിട്ടുള്ള മറ്റു ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം, ആ സ്ഥലത്ത് ഒരു പ്രധാനപ്പെട്ട റോഡ്. അപ്പോൾ ആ റോഡിന്റെ വശങ്ങളിൽ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ അടക്കമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം നഗരഹൃദയത്തിനകത്ത് വൈദ്യുതി ലൈൻ കമ്പികൾ അടക്കം പോകുന്ന ഒരു പ്രധാനപ്പെട്ട നഗരത്തിനകത്തുള്ള ഒരു റോഡ്, ആ റോഡ് ഇടിഞ്ഞു വീഴുന്ന സമയത്തുണ്ടാകുന്ന എന്തെല്ലാം തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകാമെന്ന് ഒരു സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ റോഡ് ഇടിഞ്ഞതിന്റെ ഭാഗത്ത് തൊട്ടപ്പുറത്ത് ആ തോടിന്റെ വലതുവശത്ത് വീടുണ്ട്. ആ വീട്ടിൽ ജീവനുള്ള മനുഷ്യരുണ്ട്. ഇപ്പോൾ ശ്രീ P. അശോക് കുമാർ, പാൽക്കുളങ്ങര കൗൺസിലർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ P. അശോക് കുമാർ, താങ്കൾ നേരത്തെ ഈ ഒരു ഭാഗത്തെ വഞ്ചൂരിലെ കൗൺസിലർ കൂടിയായിരുന്നു. അവിടെ ഇപ്പോൾ CPM ആണ് ഭരിക്കുന്നത്. CPM-ന്റെ ഭാഗത്ത് നിന്നും യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും അവിടെ ഉണ്ടാകുന്നില്ല. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ CPM അനുഭാവികളുടെ ഭാഗത്ത് നിന്ന്, നാട്ടുകാരുടെ ഭാഗത്ത് തന്നെ അതുകൊണ്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ജനം TV വാർത്താ സംഘത്തിന് നേരെ അവിടുത്തെ ജനങ്ങളുടെ ദുരിതം എന്താണ്, ഈ മഴക്കെടുതിയിൽ എത്രത്തോളം ദുസ്സഹമാണ് അവിടുത്തെ ജനജീവിതമെന്ന് റിപ്പോർട്ട് ചെയ്യാനെത്തിയ വാർത്താ സംഘത്തിന് നേരെയാണ് CPM പ്രവർത്തകർ, അതും മുൻ വാർഡ് കൗൺസിലറായിട്ടുള്ള വഞ്ചിയൂർ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അതിക്രമം നടത്തിയത്. എങ്ങനെ കാണുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? ഞാൻ വഞ്ചൂർ വാർഡിലെ കൗൺസിലർ ആയിരുന്നില്ല, ഞാൻ പാലക്കുളങ്ങര വാർഡിലെ കൗൺസിലറാണ്. ഏത് വാർത്താ മാധ്യമത്തിന്റെ മേലിലും ആര് ആക്രമണം ഉണ്ടായാലും അത് തികച്ചും പ്രതിഷേധാർഹമാണ്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഞാൻ ഈ റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് വളരെയധികം വിഷമങ്ങളാണ് അനുഭവിക്കുന്നത്. റോഡ് മുഴുവൻ കുഴിച്ചിട്ടിരിക്കുകയാണ്. പല സ്കൂളുകളും ജൂൺ 1 തുറക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇത് വളരെ നേരത്തെ നടത്തേണ്ട പ്രവർത്തനങ്ങളാണ് ഇപ്പൊ കൊണ്ടിട്ട് നടത്തുന്നത്. ഇപ്പൊ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറഞ്ഞ് ഓരോ വാർഡിലും 1 ലക്ഷം രൂപ വീതം അനുവദിച്ച് കുറെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഓട പോലും ക്ലീൻ ചെയ്യാനോ ഒരു മഴക്കുഴി പോലും അതിലെ മണ്ണ് വാരി കളയാനോ നിവൃത്തിയില്ലാത്ത രീതിയിൽ മഴ കടുത്തിരിക്കുകയാണ്. മഴക്കാലത്താണ് ഇത് ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ വെള്ളത്തിന് കയം കലക്കും പോലുള്ള ഒരു പരിപാടി മാത്രമാണ്. ഇത് തികച്ചും പ്രതിഷേധമാണ്. ജനം ടിവിയുടെ മേളില് കാര്യക്ഷമമായ വാർത്താ പ്രക്ഷേപണം നടത്തുന്ന ജനം ടിവിയുടെ മേളിൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായതിൽ ശക്തിയായി പ്രതിഷേധിക്കുന്നു. ഇതിന് കുറ്റക്കാരായവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ബന്ധപ്പെട്ടവരോട്
അഭ്യർത്ഥിക്കുന്നു. യെസ്, ശ്രീ അശോക് കുമാർ, ഇവിടെ താങ്കൾക്ക് കൃത്യമായി അറിയാം, ഒരു കൗൺസിലർ എന്ന രീതിയിൽ ഈ വഞ്ചൂർ മേഖലയിലെ ജനങ്ങളുടെ ദുരിതം കൃത്യമായി മനസ്സിലാക്കിയ ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ. ഇവിടെ കാലാകാലങ്ങളായി CPM ഭരിക്കുന്ന ഒരു വാർഡാണ്. വഞ്ചൂർ ബാബുവാണ് നേരത്തെ ഭരിച്ചിരുന്നത്, നേരെ കൗൺസിലറായിരുന്നു. ഇപ്പോൾ ഗായത്രി അദ്ദേഹത്തിൻ്റെ മകളാണ്. പക്ഷേ അവിടെ ഒരു വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. മുമ്പുണ്ടായിരുന്ന അതേ സാഹചര്യത്തിലാണ് ഇവിടെയുള്ളത്. അടിസ്ഥാന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കപ്പെടുന്നില്ല. ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പോലും തടസ്സപ്പെടുന്ന രീതിയുണ്ടായിരുന്നു. ഇതൊക്കെയും ജനം TV വാർത്തയാക്കിയിരുന്നു. ഈ കൃത്യമായ രീതിയിൽ എന്താണ് അവിടുത്തെ നിജസ്ഥിതി, എന്താണ് അവിടുത്തെ സത്യാവസ്ഥ, അത് ജനങ്ങളെ അറിയിച്ചതിലുള്ള ഒരു പ്രകോപനം, അത് തന്നെയാണ് ഈ CPM പ്രവർത്തകരെ എത്രത്തോളം അസ്വസ്ഥരാക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും മറ്റു വാർഡുകളിൽ നടക്കുന്ന പോലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നില്ല. വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ മുന്നോട്ട് പോയിട്ടില്ല. പല റോഡുകളും ഇപ്പം സ്മാർട്ട് സിറ്റിയുടെ പേരിൽ വെട്ടിക്കുഴിച്ചിട്ടിരിക്കുകയാണ്. അവിടെ ഒരു സ്കൂളുണ്ട്, കോർപ്പറേഷന്റെ അധീനതയിലാണ്. അവിടെ വേണ്ട വിധത്തിലുള്ള കാര്യങ്ങളൊന്നും ഭൗതിക സാഹചര്യങ്ങളും മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് മറ്റു വാർഡുകളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഹൃദയഭാഗത്തുള്ള പഴയ വാർഡുകളിൽ ഒന്നാണ് വഞ്ചൂർ വാർഡ്. അവിടെ യാതൊന്നും നടക്കുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. യെസ്, നന്ദി ശ്രീ പി അശോക് കുമാർ, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. വീണ്ടും അഖിലേക്ക്. അഖിൽ, ഇത് തന്നെയാണ് ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ്. BJP ഭരിക്കുന്ന വാർഡുകളിലടക്കം കൃത്യമായ ഫണ്ട് അനുവദിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളടക്കം, അതായത് അവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനുള്ള ഇടപെടലടക്കം ഈ CPMന്റെ ഭാഗത്ത് നിന്ന് കാലാകാലങ്ങളായി ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോഴും ആവർത്തിക്കുകയാണ്. ഇവിടെ ഈ വഞ്ചൂർ മേഖലയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കോടതിയും അടക്കമുള്ള സമുച്ചയങ്ങളുള്ള സ്ഥലമാണ്, നഗരഹൃദയമാണ്. അവിടെ പോലും ഈ ഓടകൾ നിറഞ്ഞു കഴിയുന്ന ഒരവസ്ഥ, റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ, ഭിത്തികൾ തകർന്നു വീഴുന്ന ഒരവസ്ഥ. ഒരു മഴ പെയ്താൽ, ഒരു മഴക്കാലം എത്തും മുമ്പേ ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ മഴക്കാലമായി കഴിഞ്ഞാൽ അവിടെ ജനജീവിതം അത്രത്തോളം ദുസ്സഹമാവും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് കൃത്യമായി ജനം TV ജനങ്ങളോട് അറിയിച്ചത്. ഈ ജനങ്ങളെ ഇതാണ് അവിടുത്തെ സത്യാവസ്ഥ എന്ന് ജനങ്ങൾ കൃത്യമായി അറിയുമ്പോൾ അത് CPMനെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ വിരളെ പിടിപ്പിക്കുന്നു, വല്ലാതെ അസ്വസ്ഥരാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അതിക്രമം നടത്തിയത്. അഖിൽ പറഞ്ഞതുപോലെ തന്നെ മകൾ ഭരിക്കുന്ന ഒരു വാർഡ്, അത് ജനങ്ങൾ കൃത്യമായി എന്താണ് വാസ്തവമെന്ന് അറിയുന്നതിൽ മുൻ വാർഡ് കൗൺസിലർ കൂടിയായ ബാബു തന്നെ നേതൃത്വം നൽകുന്നു. കണ്ടാൽ അറിയാവുന്ന നിരവധി പേരാണ് അവിടെ ഒത്തുകൂടുകയും തടിച്ചുകൂടുകയും ഈ വാർത്താ സംഘത്തെ ആക്രമിക്കുകയും ചെയ്തതല്ലേ? കെപ്പി, ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു നാഥൻ ഉണ്ടാകണം. ഒരു കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു തട്ടൽ ബലമുള്ള ഒരു നഗരസഭാ ഭരണം ഉണ്ടാകണം. ആ ഭരണം നിലനിൽക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ അർത്ഥമാണ് എനിക്ക് കൺമുന്നിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തെ ആ പ്രധാനപ്പെട്ട റോഡ് ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ റോഡിൻ്റെ ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന റോഡിൽ നിന്നും സൈഡിലേക്ക് നോക്കിയാൽ ആ വെള്ളത്തിൽ കാണാവുന്നത് ഈ നഗരത്തിലൂടെ ഒഴുകിപ്പോകുന്ന പ്രധാനപ്പെട്ട അഴുക്കാണ്. നേരത്തെ നമ്മളോട് പ്രതികരിച്ച ആൾ പറഞ്ഞതുപോലെ തന്നെ മഴ വരുന്നു, അത് ഇടവ മാസത്തിൽ മഴയുണ്ടാകും, മെയ് മാസത്തിൽ ഈ ജൂണിന്റെ ഒക്കെ തുടക്കത്തിൽ സ്കൂൾ തുറക്കുമ്പോൾ മഴയുണ്ടാകും എന്നറിയാത്ത ബോധമില്ലാത്തവരല്ലല്ലോ ഈ നാട്ടിൽ ഭരണം നടത്തുന്ന ഒരാൾ പോലും. അപ്പോൾ സ്വാഭാവികമായി ആ മഴ വരുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് നിരവധി തവണ വെള്ളക്കെട്ടുണ്ടായവരാണ്, അത് അറിയുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ക്രമീകരണങ്ങൾ നടത്തണം. ആ ക്രമീകരണങ്ങൾ നടത്താത്തതിന്റെ ഭാഗമായി വെള്ളത്തിന് സുഗമമായി ഒഴുകിപ്പോകാൻ സാധിക്കാത്തത് കൊണ്ട് അവിടെ മാലിന്യങ്ങൾ ഒഴുകുന്നു. ഞാൻ നിൽക്കുന്ന ഇപ്പോൾ ഞാൻ ഈ ഇടിഞ്ഞ കെട്ടിടത്തിന്റെ മുകളിലാണ് കയറി നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ഇലക്ട്രിക് പോസ്റ്റാണ്. അതിന്റെ ഏറ്റവും അടിവശം നോക്കിയാൽ അത് ഇപ്പം ഇളകണോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഇളകണമോ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നു. അതിന് തൊട്ട് അപ്പുറത്ത് നിൽക്കുന്നത് ഒരു വീടാണ്, കൊച്ചുകുട്ടികളടക്കമുള്ള ഒരു വീടാണ്. അവിടെ നമുക്ക് കാണാം ഒരു കൊച്ചുകുട്ടിയുടെ അടക്കം വസ്ത്രം കഴുകിയിട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പോസ്റ്റ് ഈ വെള്ളത്തിലേക്ക് മറിഞ്ഞു വീഴുന്ന അല്ലെങ്കിൽ ആ വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീഴുന്നാൽ വലിയ കെവി പവറുള്ള ലൈൻ കമ്പികൾ പോലും പോകുന്ന ഈ പ്രദേശത്ത് എത്രമാത്രം അപകടമുണ്ടാകാം എന്നത് അത് പറയുന്ന വാക്കുകൾക്കും അപ്പുറത്താണ്. അത് മനസ്സിലാക്കാൻ കഴിയാത്ത കൗൺസിലർ ഉണ്ട് എങ്കിൽ ആ കൗൺസിലർ കണ്ണു തുറന്ന് കാണണം എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യബോധമായി നമുക്ക് പ്രേക്ഷകരോട് പറയാൻ പറ്റുന്ന ഒരു സാധനം. കാരണം അത് റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന ഒരു മാധ്യമ പ്രവർത്തക, ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് നേരെ അതിക്രമം കാണിക്കുക എന്ന് പറയുന്നതൊക്കെ തന്നെ അത് അത്ര വലിയ കേമത്വമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അഖിൽ, അത് തന്നെയാണ് കാരണം ജനം TV എന്താണ് അവിടുത്തെ യാഥാർത്ഥ്യം, അതാണ് ജനങ്ങളെ അറിയിക്കുന്നത്.
അതിൽ അസ്വസ്ഥരാകേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം ജനപ്രതിനിധികൾ ചെയ്യേണ്ട കാര്യം ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ദുരിതാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അതാണ് ജനങ്ങളെ അറിയിക്കുന്നത്. ഒരു മാധ്യമധർമ്മമാണ് ജനം TV കൃത്യമായി പാലിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുകയും എതിർക്കുകയും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഒപ്പം എനിക്ക് തോന്നുന്നു ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നേരത്തെ പ്രകോപനം സൃഷ്ടിച്ച ചില ആൾക്കാർ വീണ്ടും അവിടെ എത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോൾ അവരുടെ ഭാഗത്തിനും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാർത്ത തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അഖിൽ? എന്തായാലും ഇപ്പോൾ വാർത്ത നൽകുക എന്നുള്ളത് നമ്മളുടെ തൊഴിലാണ്. അത് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അത് പ്രേക്ഷകരുടെ മുമ്പിൽ അത് പറയുക എന്നുള്ളത് നമ്മളുടെ തൊഴിലാണ്. കാരണം അധികാരവർഗം കാണേണ്ടതാണ് ജനങ്ങൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വന്ന ശാലിനിയോട് കൂടി തന്നെ നമുക്ക് ഇപ്പോൾ ആ കാര്യങ്ങൾ ചോദിക്കേണ്ടത് ഉണ്ട്. കാരണം എന്ന് പറയുമ്പോൾ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഞാൻ മറ്റൊരു സ്ഥലത്ത് അയക്കുമ്പോഴാണ് ഞാൻ ശാലിനിയെ ഇങ്ങോട്ട് അയക്കുന്നത്. ശാലിനി ഇപ്പോൾ രാവിലെ ഇവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം നഗരസഭയിലെ വെള്ളക്കെട്ട്, ഇപ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതി നിരവധി റോഡുകൾ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് വഞ്ചൂർ പോലെ കോടതിയുള്ള നിരവധിയായിട്ടുള്ള മറ്റു വ്യാപാര സ്ഥാപനങ്ങളുള്ള നിരവധിയായ വീടുകളുള്ള അങ്ങനത്തെ ഒരു പ്രദേശത്ത് ഒരു പ്രധാനപ്പെട്ട റോഡ് ഇടിഞ്ഞു വീഴുന്നു. അവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വരുന്നു. ശാലിനിയോട് ചില ആൾക്കാർ ചില കയ്യൂക്കിന്റെ ബലം കാണിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് ശാലിനി തന്നെ വിളിക്കുന്നത്. എന്താണ് ഉണ്ടാകുന്നത്? എന്താണ് സംഭവം? അഖില സൂചിപ്പിച്ചതുപോലെ നമ്മൾ രാവിലെയോടുകൂടി ഇന്നലെ വൈകിട്ടോടുകൂടി റിപ്പോർട്ട് അറിയുന്നു ഈ സ്ഥലത്ത് ഇങ്ങനൊരു ദുരിതം ഉണ്ടാകുന്നു, മഴക്കെടുതിയുടെ മൂലമാണ്, അത് ജനങ്ങളിലേക്ക് എത്തിക്കണം, എന്താണ് അവിടെ അവസ്ഥ ഉണ്ടായത്, അത് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നുള്ളതായിരുന്നു എനിക്ക് ഡെസ്കിൽ നിന്നുള്ള ഇൻഫർമേഷൻ. അതിന്റെ അടിസ്ഥാനത്തിലാണ് 9:45 നമ്മൾ ഈ മേഖലയിൽ എത്തുന്നത്. ആദ്യം തന്നെ ഇവിടെ എത്തി നമ്മൾ 10 മണിയുടെ ലൈവ് കയറാമെന്ന് വിചാരിക്കുന്നു. ആളുകളുടെ പ്രതികരണം അടക്കം എടുത്ത് കയറാമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളടക്കം നമ്മൾ കണ്ടാണ് തിരുവനന്തപുരത്ത് പല മേഖലകളിലും വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ എത്തി ദൃശ്യങ്ങൾ പകർത്താൻ തുടങ്ങിയ ആ സെക്കൻഡ് മുതൽ നമ്മുടെ ദൃശ്യങ്ങളിൽ ഇപ്പോൾ തന്നെ കാണാം ആ രണ്ടുപേരാണ് ആദ്യമേ പ്രശ്നം ഉണ്ടാക്കുന്നത്. ദൃശ്യങ്ങൾ പകർത്താൻ പറ്റില്ല, റിപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല, ഞാൻ CPM-ന്റെ കൗൺസിലറിന്റെ അച്ഛനാണെങ്കിൽ CPM മുൻ കൗൺസിലറാണ് എന്നുള്ള രീതിയിൽ ആ ദൃശ്യങ്ങളും നമ്മുടെ വിഷ്വലിലുമൊക്കെ നമ്മൾ പോണേർ കേൾക്കുന്നുണ്ട് എന്ന രീതിയിൽ സംസാരിക്കുന്നു. ഞാനൊരു ഹെഡ്സെറ്റ് എടുക്കാനായിട്ട് തൊട്ടങ്ങോട്ടേക്ക് മാറിയ സമയത്ത് വളരെ മോശമായ രീതിയിൽ ഇദ്ദേഹത്തിന് ഭാര്യയുണ്ട്, മകളുണ്ട്, എന്നെക്കാളും 1, 2, 3 വയസ്സ് ഇളയതാണ് ആ മകൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് ഗായത്രി ബാബു. അവരുടെ പിതാവടക്കം വളരെ മോശമായ രീതിയിൽ അശ്ലീല ചെവയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ആൾക്കും ഒരു മകളുണ്ട്, ഒരു പെണ്ണിനോടാണ്, ഒരു തൊഴിലിടമാണ്. ആ തൊഴിലിടത്തിൽ ഇത്ര വൃത്തികെട്ട രീതിയിൽ മ്ലേച്ഛമായ രീതിയിൽ സംസാരിക്കാൻ പാടില്ല. അദ്ദേഹം സംസാരിച്ച അതേ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ അറിയാൻ വയ്യഞ്ഞിട്ടില്ല. പക്ഷേ ആ സംസ്കാരമല്ല നമ്മളെ പഠിപ്പിച്ചത്, എൻ്റെ കുടുംബത്തിൽ പഠിപ്പിച്ചത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ, നമ്മളൊരു ടീമാണ്. ഇത്രയും മഴക്കാലവും മഴക്കെടുതികളും ഒക്കെ രൂക്ഷമാകുമ്പോൾ പ്രേക്ഷകരിലേക്ക് അത് ദൃശ്യങ്ങൾ പല അപകട അവസ്ഥയും തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ എത്തിക്കുന്നത്. ആ ക്യാമറയിൽ പിടിക്കുക. ഇപ്പൊ ക്യാമറയുടെ വ്യൂ ഫൈൻഡറിൽ നമ്മുടെ LCD വർക്ക് ചെയ്യുന്നില്ല. ക്യാമറയിൽ അത്ര രീതി സെൻസിറ്റീവായിട്ട് ഉപയോഗിക്കേണ്ട ക്യാമറയിൽ വന്ന് അത്ര ആക്രോശിച്ചുകൊണ്ട് വന്ന് പിടിക്കുക. അതിന്റെ LCD ഇപ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത രീതിയായി. അത് അവരുടെ കയ്യിൽ നിന്ന് മോശം വന്നതാണെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം അത്രയധികം പിടിച്ചു തെള്ളും മുന്തുമാണ് ഇവിടെ നടന്നത്. തൊട്ടുകൂടെ ഇത് എൻ്റെ ഒരു അച്ഛൻ്റെ പ്രായത്തിൽ നിന്ന് എന്നെ എന്തിനാണ് ഇത്ര മോശം പറയുന്നത് എന്ന് ചോദിച്ച എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകൻ അരുൾകുമാർ. അരുളിനെയും അതേപോലെ തന്നെ കയ്യേറ്റം ചെയ്യാൻ ഇവിടെ ഉണ്ടായിരുന്ന ഇവർ ശ്രമിച്ചു എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് അതല്ല, ഇപ്പം ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല സംസാരിക്കുന്നത്. സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞ അധികാരത്തിലേറിയ ഒരു സർക്കാർ, ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ, ആ പിണറായി സർക്കാരിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള പ്രാദേശിക നേതാക്കന്മാരാണ്, കുടുംബവും കുട്ടികളും ഭാര്യയും പെമ്മക്കളുമുള്ള അച്ഛന്മാരാണ് ഈ രീതിയിൽ പൊതു ഇടത്തിൽ, തൊഴിലിടത്തിൽ ഒരു പെണ്ണിന് നേരെ, ഒരു സ്ത്രീക്ക് നേരെ, 10-30 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഞാൻ അത്ര കുഞ്ഞല്ല എന്നുള്ളത് ഇവർ മനസ്സിലാക്കണം. ഇവർ പറഞ്ഞ സമയത്തൊക്കെ തിരിച്ച് അവരോട് പ്രതികരിച്ചു. നല്ല രീതിയിൽ തന്നെ അങ്ങനെ പറയാൻ പാടില്ല, ഞങ്ങൾ ദൃശ്യങ്ങൾ പകർത്താൻ വന്നതാണ്, മഴക്കെടുതി രൂക്ഷമാണ്, അത് റിപ്പോർട്ട് ചെയ്യാൻ വന്നത്, അത് പറ്റില്ല, ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, നമ്മൾ CPM-ന്റെ ആൾക്കാരാണ് എന്ന് ആക്രോശിച്ചുകൊണ്ട് വലിയ രീതിയിൽ പ്രതികരിക്കുക. പിന്നെ എവിടെയാണ് ഈ പറയുന്ന പിണറായി സർക്കാർ പറയുന്ന, മുഖ്യമന്ത്രി പിണറായി പറയുന്ന സ്ത്രീ സുരക്ഷ? കഴിഞ്ഞ ദിവസങ്ങളടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ, വനിതാ മാധ്യമപ്രവർത്തകരെ അങ്ങ് കയ്യേറ്റം ചെയ്യാനായിട്ട് കുറച്ച് പേരങ്ങ് ഇറങ്ങി തിരിച്ചേക്കാണ്. ഇപ്പോൾ വളരെ മോശമായ രീതിയിൽ എൻ്റെ ബോഡി ഷെയ്മിംഗ് നടത്തിക്കൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. വിവിധ വകുപ്പുകൾ അതിനുണ്ട്, അത് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യും. പക്ഷെ എന്തിനാണ്, അല്ലെങ്കിൽ ഇവിടെ പ്രശ്നമുണ്ടായി, അതിങ്ങനെയാണ് സംഭവിച്ചത്, അതിൻ്റെ കാര്യം നമ്മളെ പറഞ്ഞ് മനസ്സിലായി. നിങ്ങൾ ജനം TV അല്ലേ, വ്യാജ വാർത്ത നൽകാൻ വന്നവരല്ലേ, അവിടെയുള്ള മറ്റ് സ്റ്റാഫുകളുടെ പേരെടുത്ത് പറഞ്ഞ് അവരെ അധിക്ഷേപിക്കുക, ഒപ്പം അത് റിപ്പോർട്ട് ചെയ്യാമെന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു സ്ത്രീയോ പെൺകുട്ടിയോ ഒരു കൊച്ചുകുട്ടിയോ ഒരു പരിഗണനയും ഇല്ലാത്ത രീതിയിൽ വളരെ മ്ലേച്ഛമായ രീതിയിൽ എന്നോട് സംസാരിച്ചു എന്നുള്ളതാണ്. എൻ്റെ അച്ഛൻ്റെ പ്രായമുണ്ട്, അതുകൊണ്ട് മാത്രം അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ തിരിച്ച് അതേ രീതിയിൽ പ്രതികരിക്കാൻ എനിക്ക് അറിയാൻ വാങ്ങിയായിട്ടല്ല. പക്ഷേ എന്തിനാണ് ഇങ്ങനെ?